വെൽക്കം ബാക്ക് ടു ഹർഷൂസ് വ്ലോഗ്സ്. അപ്പം നമുക്കിന്നൊരു കുക്കിംഗ് വീഡിയോ കാണാം. വേറെ ഒന്നുമില്ല, ഞാനിന്ന് രാത്രി ഡിന്നറിനൊരു തട്ടിക്കൂട്ട് വെജിറ്റബിൾ ബിരിയാണി ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ ഒരു പാനിൽ നമ്മുടെ ഡാൽഡയൊക്കെ ഇട്ടു. അതൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള കറുവപ്പട്ടയും ഗ്രാമ്പും ഏലക്കായും ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് അത് നല്ലോണം ഒന്ന് ചൂടാവുന്ന വരെ ഇളക്കി കൊടുക്കണം. അതൊന്ന് ചൂടായി പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മളിതാ കുറച്ച് സവാള കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് മതി. അത് സവാള കൂടി ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നു. പിന്നെ നമ്മുടെ അരിക്ക് ആവശ്യമുള്ള കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഉപ്പിട്ടു. ആ വെള്ളമൊക്കെ ഒന്ന് തിളച്ചതിന് ശേഷം നമ്മളിത് അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അരിയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു നാരങ്ങയുടെ പകുതി ഭാഗം എടുത്തിട്ട് അതിൻ്റെ നീര് നന്നായിട്ട് ആ ചോറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നേ. അത് നമ്മുടെ ചോറൊന്ന് പരസ്പരം ഒട്ടിപ്പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം അതവിടെ അടച്ച് മാറ്റി വെച്ചു കേട്ടോ. അതുപോലെ തന്നെ വേറൊരു പാനിലേക്ക് നമ്മൾ ഡാൽഡയൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ അതൊന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് സവാള ഇട്ടു കേട്ടോ. ഞാനൊരു 2 സവാള എടുത്തിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ സവാള ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ആ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയും പേസ്റ്റ് കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തു. പിന്നെ അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ലോണം ഇളക്കണം കേട്ടോ. സവാളേൻ്റെ കളറൊക്കെ ഒന്ന് ഒരു ബ്രൗൺ കളറായി വരുന്നവരെയും നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നേ. അതൊക്കെ ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ ഒരു തക്കാളി, വലിയൊരു തക്കാളിയായിരുന്നു, അപ്പോൾ അതിൻ്റെ പകുതി ഭാഗം എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതാ ഒരു പകുതി തക്കാളി എടുത്ത് കൊടുത്തു, അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ഇളക്കി നല്ലോണം വഴന്ന് വന്നതിന് ശേഷം ഒരു ക്യാരറ്റും ഒരു 4 ബീൻസും മാത്രമേ ചേർത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ കുറച്ച് സോയാബീൻ കൂടി ചേർക്കുന്നുണ്ട്. വേറെ പ്രത്യേകിച്ച് വെജിറ്റബിൾസ് ഒന്നും ചേർക്കുന്നില്ല. പിന്നെ അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും വെജിറ്റബിൾ മസാല കൂടി ചേർത്ത് കൊടുത്തു. എന്നിട്ട് അതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ കൂടുതൽ വെജിറ്റബിൾസ് ഒന്നും ഇടുന്നത് എതുകൊണ്ടൊന്നും അത്ര ഇഷ്ടമല്ല. അത് കാരണമാണ് ഞാൻ അധികം വെജിറ്റബിൾസ് ചേർക്കാത്തത്. സോയാബീൻ അവൻ്റെ ഫേവറേറ്റാണ്, അതുകൊണ്ട് സോയാബീൻ ഇല്ലാത്തൊരു കളിയില്ല. പിന്നെ അതൊക്കെ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് മല്ലിയില കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ടായിരുന്നേ. മല്ലിയിലയോട് ചേർത്ത് പിന്നെ നല്ലോണം ഒന്ന് ഇളക്കി കഷ്ണങ്ങളെല്ലാം ഒന്ന് വെന്ത് വന്നതിന് ശേഷം വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം നമ്മൾ ആ മാറ്റി വെച്ചിട്ടുള്ള റൈസ് കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. റൈസ് നന്നായിട്ട് ആ മസാലേൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തു. നല്ലോണം ഒന്ന് അമ്പിച്ചവിടെ അടച്ചു വെച്ചാൽ മതി. കുറച്ച് മല്ലിയിലോട് വേണമെങ്കിൽ ഡെക്കറേഷന് വേണ്ടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം അടച്ചു വെച്ചു. എന്നിട്ട് നമ്മൾ കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് അത് തുറന്നിട്ടുണ്ടായിരുന്നത്. കഴിക്കാനാകുമ്പോൾ തുറന്നു. ഇത് കുട്ടിന് വിശക്കാൻ തുടങ്ങിയതാണ്. അപ്പോൾ പിന്നെ ഞാനത് മെല്ലെ തുറന്നു പോകുമ്പോഴത്തേക്ക് നല്ല മണമൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ അതെല്ലാം മസാലയും ചോറും എല്ലാം കൂടി ഒന്ന് മിക്സാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല സ്മെല്ലുണ്ട് തുറക്കുമ്പോൾ തന്നെ. അങ്ങനെ അവന് കഴിക്കാനായെന്ന് പറഞ്ഞുകൊണ്ട് അവന് കുറച്ച് ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ തട്ടിക്കൂട്ട് ബിരിയാണിയാണ് കേട്ടോ. പ്രത്യേകിച്ച് വേറെ ഒന്നും ചേർത്തിട്ടില്ല. ഇത്ര ഒരു 3-4-5 വെജിറ്റബിൾസ് മാത്രം ചേർത്തിട്ടുള്ളൊരു തട്ടിക്കൂട്ട് ബിരിയാണി എന്ന് പറയാം. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും